ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 4, വിശുദ്ധ കാസിമിറിൻ്റെ തിരുനാൾ. പോളണ്ടിലെ കാസിമിർ തൃതീയൻ്റെയും ഓസ്ട്രിയയിലെ എലിസബത്ത് രാജകുമാരിയുടെയും 13 മക്കളിൽ 3-ാമത്തെ മകനായ കാസിമിർ രാജകുമാരൻ ജനിച്ചത് 1458 ഒക്ടോബർ 5-ാം തീയതിയാണ്. ചെറുപ്പം മുതലേ ദൈവഭക്തിയും പ്രാർത്ഥനാശീലവും പ്രായശ്ചിത്ത തൃഷ്ണയും കണ്ടിരുന്നു. കാസിമിർ തൻ്റെ പ്രശസ്ത ഗുരുവിനെ അനുകരിച്ച് യൗവന കുസുമം ദൈവസ്തുതിക്കായി കാഴ്ചവെച്ചു. കൊട്ടാരത്തിലെ സുഖജീവിതം പരിത്യജിച്ച് രാത്രി വൈകുവോളം ദൈവാലയത്തിൽ പ്രാർത്ഥനയിലും പീഡ അനുഭവ ധ്യാനത്തിലും ചെലവഴിച്ച ശേഷം അവിടെ വെറും തറയിൽ കാസിമിർ കിടന്നുറങ്ങും. രാവിലെ സന്യാസികളുടെ പ്രാർത്ഥനയിലും പങ്കെടുത്തിരുന്നു. പീഡാനുഭവ ധ്യാനം കാസിമിറിന്റെ കണ്ണുകളെ നനയിക്കുമായിരുന്നു. ബലിപീഠത്തിലെ കൂദാശയോട് കാസിമിറിന് എന്നും അതിരറ്റ ഭക്തിയും ബഹുമാനവുമായിരുന്നു. ബലിപീഠത്തിലെ കൂദാശയോട് കാസിമിറിന് എന്നും അതിരറ്റ ഭക്തിയും ബഹുമാനവുമായിരുന്നു. ദൈവമാതാവിനോടുള്ള ഭക്തി കാരണം എന്നും ദൈവ മാതൃകീർത്തനങ്ങൾ ആലപിക്കുമായിരുന്നു. 15-ാം വയസ്സിൽ ഹംഗറിയിലേക്ക് ഒരു സൈന്യത്തെ നയിച്ചെങ്കിലും രാജസ്ഥാനം നേടാതെ കാസിമിർ മടങ്ങിപ്പോന്നു. പിതാവിന് അത് ഇഷ്ടമാകാത്തതിനാൽ ഉടനെ ക്രാക്കോവിലേക്ക് മടങ്ങാതെ ഡോബ്സ്കിയിൽ തന്നെ താമസിച്ച് പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയാണ് ചെയ്തത്. പല വിവാഹാലോചനകൾ വന്നെങ്കിലും ബ്രഹ്മചാരിയായി തന്നെ തുടർന്ന കാസിമിന് ക്ഷയരോഗം പിടിപെടുകയും 25-ാമത്തെ വയസ്സിൽ മരിക്കുകയും ചെയ്തു. രാജകീയ സുഖങ്ങൾ ത്യജിച്ച് ദരിദ്രനെ പോലെ ക്രിസ്തുവിനെ പ്രതി ജീവിച്ച വിശുദ്ധ കാസിമിറെ ഞങ്ങളും ലോകഭാഗ്യങ്ങൾ ത്യജിക്കാൻ പഠിപ്പിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.